നമസ്കാരം. ഇറാൻ ഇസ്രായേൽ ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ തങ്ങൾ ആക്രമിക്കും എന്ന ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയുടെ പ്രഖ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള പ്രത്യേക സമിതി യോഗം ഇന്നലെ ചേർന്നു. നേരത്തെ ഇറാൻ ആദ്യം ഇസ്രായേൽ ആക്രമിക്കുമെന്നാണ് ഔദ്യോഗിക പ്രഖ്യാപനം അല്ലെങ്കിൽ പോലും അറിയിപ്പുകൾ പുറത്തു വന്നിരുന്നത് എങ്കിലും അതിനേക്കാൾ മുമ്പ് തങ്ങൾ ആക്രമിക്കും എന്നാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപനം നടത്തിയത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് അടിയന്തരമായി ഇസ്രായേൽ മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള ഉപസമിതി യോഗം ചേർന്നത്. ടെൽ അവീവിലെ കിരിയയിലുള്ള സൈനിക ഹെഡ്ക്വാർട്ടേഴ്സിലെ ഭൂഗർഭ അറയിലാണ് ഇതിനായുള്ള പ്രത്യേക അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്നത്. നേരത്തെ കഴിഞ്ഞ ഏപ്രിൽ 13-14 തീയതികളിൽ ഇറാൻ ഇസ്രായേലിലേക്ക് ശക്തമായ തോതിൽ റോക്കറ്റ് ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിൽ അന്നും ഇവിടെയായിരുന്നു പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നത്. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് ഈ വളരെ സുരക്ഷിതമായ ഈ ഒരു അറയിൽ മന്ത്രിസഭാ യോഗം ചേരുന്നത്. നേരത്തെ തന്നെ ഇറാൻ അവർ നേരിട്ട് ഇസ്രായേൽ ആക്രമിക്കുന്നതിന് പകരം അവർ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ അവരെല്ലാ സഹായവും നൽകുന്ന തീവ്രവാദ സംഘടനകളായ ഹിസ്ബുള്ളയും ഹൂതിയുമുതരെയും ഹമാസിനെയൊക്കെ ഉപയോഗിച്ചാണ് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇസ്രായേൽ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനു മുന്നേ തങ്ങൾ ആക്രമിക്കുമെന്ന ഹിസ്ബുള്ളയുടെ ഭീഷണിയെ അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാൻ ഇസ്രായേൽ സർക്കാർ തയ്യാറായിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഹിസ്ബുള്ളയുടെ പ്രമുഖ നേതാവായ ഫുവാദ് ഷുക്കറിനെ കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ സൈന്യം വധിച്ചിരുന്നു. ഇതിന് പ്രതികാരമായി ഇസ്രായേൽ സർക്കാരിലെ ഏതെങ്കിലും ഒരു പ്രമുഖനെ വധിക്കാനാണ് ഹിസ്ബുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നത് എന്നുള്ള രഹസ്യ റിപ്പോർട്ട് ഇസ്രായേലിന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സ്വീകരിക്കേണ്ട സുരക്ഷാ നടപടിക്രമങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തത്. ഫൗദ് ഷുക്കറിൻ്റെ മരണത്തിൽ തിരിച്ചടി നൽകുമെന്നും ഇസ്രായേലിന് പാഠം പഠിപ്പിക്കും എന്നൊക്കെ നേരത്തെ ഹിസ്ബുള്ളയുടെ ചില നേതാക്കൾ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് അന്ന് തന്നെ ഇസ്രായേൽ മറുപടി നൽകിയിരുന്നു. ഹിസ്ബുള്ളയുടെ പ്രധാന നേതാവായ നസറുള്ള ഇതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും ഇവരെ സഹായിക്കുന്ന ലെബനനും ഇതിനൊക്കെ തന്നെ വലിയ വില നൽകേണ്ടി വരുമെന്നും അന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും ഇത്തരം ഒരു ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു സുപ്രധാന യോഗം ഈ സൈനിക ആസ്ഥാനത്ത് തന്നെ ചേരുന്നത്. തങ്ങളുടെ സർവ്വശക്തി ഉപയോഗിച്ച് ഹിസ്ബുള്ളയെ തകർക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പ്രഖ്യാപിച്ചിരുന്നു. ലെബനനിലെ ജനങ്ങളോടാണ് അദ്ദേഹം ആഹ്വാനം നടത്തിയത്. അതിൻ്റെ അർത്ഥം ഹിസ്ബുള്ള തീവ്രവാദികളെ സഹായിക്കുകയാണെങ്കിൽ ലെബനനിലേക്ക് ഉറപ്പായിട്ടും ഇസ്രായേലിൻ്റെ സൈന്യം എത്തും എന്ന് തന്നെയായിരുന്നു. ഇസ്രായേൽ ആവശ്യം സമാധാനമാണ് എന്നാണ് യോവ് ഗാലന്റ് പറഞ്ഞത്. അത് തകർക്കാൻ ശ്രമിക്കുന്നത് ഏത് ശക്തികളാണെങ്കിലും അവരെ കർശനമായി തന്നെ നേരിടുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പും നൽകിയത്. 2006 ഹിസ്ബുള്ള തീവ്രവാദികൾ അന്ന് ഇസ്രായേൽ സൈനികരെ വധിക്കുകയും ചിലർ തട്ടിക്കൊണ്ടുപോവുകയൊക്കെ ചെയ്ത സംഭവം യോവ് ഗാലന്റ് വീണ്ടും ഓർമ്മിപ്പിച്ചു. അന്ന് നടന്നത് എന്താണ് എന്നുള്ള കാര്യം ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള ഹിസ്ബുള്ള തലവന്മാർ ഓർക്കണമെന്നും യോവ് ഗാലന്റ് ഓർമ്മിപ്പിച്ചു. ഹിസ്ബുള്ള തീവ്രവാദികൾ തീ കൊണ്ട് കളിക്കുകയാണ് എന്നാണ് യോവ് ഗാലന്റ് അവരുടെ ഈ ആക്രമണ പദ്ധതിക്ക് വിശദീകരണം നൽകിയിട്ടുള്ളത്. ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികളുടെ ഇസ്രായേൽ ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് അവർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ളയും ഹൂതിയുമുതരും രംഗത്തെത്തിയത്. ഹൂതിയുമുതരാകട്ടെ യമൻ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരന്തരമായി ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾ, ചെങ്കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ ആക്രമിക്കുന്ന പതിവാണ് തുടർന്നത്. പിന്നീട് അങ്ങോട്ട് ഇസ്രായേൽ ഉടമയിലുള്ള കപ്പലല്ലാത്ത മറ്റ് ചരക്കപ്പലുകളൊക്കെ തന്നെ ഇവർ ആക്രമിക്കാൻ തുടങ്ങിയതോടുകൂടി അമേരിക്ക അവരുടെ നാവികസേനയെ ഈ മേഖലയിൽ വിന്യസിച്ചിരുന്നു. അതേ തുടർന്നാണ് ഇവരുടെ ആക്രമണങ്ങൾക്ക് വേണ്ടത്ര ശക്തി ഇല്ലാതെ പോയത്. മാത്രമല്ല ഹൂതിയുമുതരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പഴയ ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ഉദ്ദേശ ലക്ഷ്യം ഒരിക്കലും പൂർത്തിയാകാറില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അവർ ഒരുപക്ഷെ ഹമാസിനെ പോലെ അത്രയും ഒരു സുശക്തമായ സംവിധാനമുള്ള തീവ്രവാദ സംഘടന അല്ലെങ്കിലും പലപ്പോഴായി ഇവർ അപ്രതീക്ഷിത ആക്രമണം നടത്തി ഇസ്രായേലിന് പലപ്പോഴും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പല നേതാക്കളെയും ഇതിനോടകം തന്നെ ഇസ്രായേൽ വധിക്കുകയും ചെയ്തിരുന്നു. ഇവരുടെ സഞ്ചാരപഥം മനസ്സിലാക്കിയവർ അത് ട്രാക്ക് ചെയ്ത് കൃത്യമായ ഒരു വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോഴായിരുന്നു ഇസ്രായേൽ ഇവർക്ക് നേരെ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയിരുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, ഇസ്രായേൽ യുദ്ധത്തിന് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അതിന് ഹിസ്ബുള്ളയാണെങ്കിലും ഇറാനാണെങ്കിലും ആരാണെങ്കിലും തങ്ങൾ അവരോട് ഏറ്റുമുട്ടാൻ തയ്യാറാണ് എന്ന പ്രഖ്യാപനം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള പ്രത്യേക മന്ത്രിസഭാ യോഗം ഇത്ര അടിയന്തരമായി അതും സൈനിക ആസ്ഥാനത്ത് ചേർന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്നത്.